പരുത്തിരിപ്പടി ഇറങ്ങിക്കഴിഞ്ഞാൽ 2 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വളരെയേറെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മണിപ്പാറ. അത് നമുക്ക് പോയി കണ്ടാലോ. നമ്മുടെ രായമംഗലം 7-ാം വാർഡ് മെമ്പർ EB ജോർജ് ചേട്ടൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ മണിപ്പാറയെപ്പറ്റി 2 വാക്ക് പറയും. സംരക്ഷിക്കേണ്ട ആണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തിയിട്ട് ഇതിൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഇത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പം ഏതെങ്കിലും ആളുകൾക്ക് ഇത് കോൺട്രാക്ട് ബേസിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന വളരെ മോശപ്പെട്ട സംഗതികളാണ് പലപ്പോഴും. ഇവിടെയുള്ള നാട്ടുകാരല്ല, പുറത്തുനിന്ന് വരുന്ന യുവാക്കളും യുവതികളും വളരെ മോശമായ കാര്യങ്ങൾ പലപ്പോഴും നാട്ടുകാരുമായിട്ട് സംഘർഷത്തിലെടുത്തുണ്ട്. എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാണ്. എങ്കിലും പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ട് കീഴിലം പരുത്തിരിപ്പടി ഇറങ്ങിയിട്ട് ഇവിടെ വരെ 2 കിലോമീറ്ററാണ്. ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടിയൊക്കെ കൊടുക്കാം, എന്നിട്ട് നടന്നു പോകേണ്ട വഴിയാണ്. ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾ എത്തുകയും ചെയ്യും. മാത്രവുമല്ല, ഒരു ആർക്കെങ്കിലും അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരു കൊട്ടേഷൻ ക്ഷണിച്ച് പഞ്ചായത്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സുരക്ഷിതമായിട്ട് കാത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പാണിയേരി പോര് പോലെ, അതാണ് ഏറ്റവും സൗകര്യപ്രദമായ കാര്യം. അല്ലാതെ ഇത് സംരക്ഷിച്ച് കെട്ടി നിർത്തിയാൽ പോലും ഇതിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം സ്ഥിരമായി കൊടുത്തില്ല എങ്കിൽ പിന്നെയും ദുസ്ഥിതിയിലേക്ക് അതുമാത്രമൊന്നുമല്ല, അതിനേക്കാൾ മോശപ്പെട്ട സംഗതികൾ. 90 സെന്റാണ് ഇതിന് വരുന്നത്. 90 സെന്റ് സ്ഥലമുണ്ട്. ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ല. അത് ചെയ്തു കൊടുക്കണം. ഏൽപ്പിച്ചാൽ സംരക്ഷിക്കപ്പെടുള്ളൂ. അതിനിപ്പം പഞ്ചായത്ത് ഇത് പ്രാഥമികമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി. ഇപ്പോൾ പഞ്ചായത്ത് ഈ വർഷം കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. അതേപോലെ ജില്ലാ പഞ്ചായത്തോട് സഹകരിച്ച് ജില്ലാ പഞ്ചായത്തും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപയെങ്കിലും പ്രാഥമികമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ. പഞ്ചായത്ത് ഇതിൻ്റെ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായി ആദ്യമേ തന്നെ ഇത് അളന്ന് തിട്ടപ്പെടുത്തി ബൗണ്ടറി ഫിക്സ് ചെയ്യും. അതിനുശേഷം അത്യാവശ്യം വിശ്രമിക്കാനുള്ള ഒരു ചെറിയ വിശ്രമ കേന്ദ്രം, അതേപോലെ വന്യത നഷ്ടപ്പെടാതെ ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെത്തി വെടിപ്പാക്കി ക്ലീനായിട്ട് കൊണ്ടുപോകും. അതെ അതെ അതെ, മണിപ്പാറ ഇരിക്കുന്ന സ്ഥലം ഒഴുക്കിപ്പെട്ട 90 സെന്റ് 7-ാം വാർഡിലാണ് പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന അത്യാവശ്യം ഇലക്ട്രിക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. ഏറ്റവും പ്രധാനം അതാ. കാരണം ഇലക്ട്രിക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെളിച്ചമെല്ലാം നന്നായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ മോശപ്പെട്ട സംഗതി നടക്കാതെ നമുക്ക് സംരക്ഷിക്കപ്പെടാം. അത്ര മനോഹരമായ ഒരു പ്ലേസ് ആണ്. ഇത് നമുക്കൊരു ചെറിയ പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഇരിപ്പിടം, ബാക്കിയുള്ള സൗകര്യങ്ങളും എല്ലാം. അതിന് പഞ്ചായത്ത് വെച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കാൻ പഞ്ചായത്ത് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കല്ലേ കൊട്ടിക്കഴിഞ്ഞാൽ പല സൗണ്ടാണ് കേൾക്കുന്നത്. വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ മെമ്പർ എന്നുള്ള രൂപത്തിൽ ഒരു പ്രാവശ്യം ഇത് കൊടുത്തു. അതിനനുസരിച്ച് പഞ്ചായത്ത് ആ കമ്മിറ്റിയിലായി എടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോളോ അപ്പ് ആണ്. ഈ കല്ലിന്റെ സൗണ്ട് കണ്ടോ? ഏതായാലും 2027 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് ഇത് സാക്ഷാത്കാരം കഴിയുമെന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. അത് സാധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 കാര്യങ്ങളുണ്ട്. സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളുമായിട്ട് ഇവിടെ വരുന്ന ആളുകൾ പല രൂപത്തിലുള്ളവരാണ്. പലപ്പോഴും ഏറ്റുമുട്ടലുകൾ വരെ ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറയുന്നത് മഴ നനയത്തില്ല. ഇതാണ് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇതൊക്കെ പഞ്ചായത്ത് കാണുന്നില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തെളിച്ച് വൃത്തിയാക്കി ഇത് ആൾക്കാരെ പരിചയപ്പെടുത്തേണ്ട ഒരു സംഭവം. അതേപോലെ തന്നെ അത്യാവശ്യം പോലീസിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് വേണ്ടി വരും.
ഇനി അതൊക്കെ ഉണ്ട്. ഈ വെള്ളം മേളിൽ തടയണ കെട്ടി നിർത്താനുള്ള തടയണ കെട്ടി നിർത്താൻ ഇപ്പോൾ പാടത്തുനിന്ന് നിർബന്ധം. തടയണ കെട്ടി നിർത്തണ്ട, അത് അത്യാവശ്യം കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാടത്തുനിന്നാണ്. അതായത് 365 ദിവസവും വെള്ളം വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ മലിനജലങ്ങൾ ഒഴുകി ഒന്നുമില്ല. ഇത് എത്ര കാലമായി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് വേണം എൻ്റെ ഒക്കെ കാലത്തിന് മുമ്പ് തന്നെ തിരിഞ്ഞത് ഒരു 70-80 വർഷമെങ്കിലും ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ അത് സംരക്ഷിക്കപ്പെട്ടില്ല. ആ രൂപത്തിലേക്ക് ഇപ്പോഴാണല്ലോ ഇതിലൊക്കെ പ്രാധാന്യം. ഈ പ്രകൃതി വസ്തുക്കളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം എപ്പോഴാണ് പറ്റും? പണ്ട് അങ്ങനെ ഇല്ലല്ലോ. മറ്റ് പരമാവധി പ്രകൃതിയെ ചൂഷണം ചെയ്യലായിരുന്നു അന്ന്. ഇപ്പോൾ ചൂഷണം ചെയ്ത് ഇത് പ്രകൃതിയെ സംരക്ഷിക്കാതിരിക്കാൻ കഴിയില്ലാത്ത അവസ്ഥ. അതാണ് പ്രശ്നം. എന്താണെങ്കിലും ഈ പഞ്ചായത്ത് ഭരണം ഭരണമല്ല, അടുത്ത സാമ്പത്തിക വർഷം തീർന്നേക്കുമ്പോൾ അങ്ങനെ ആവട്ടെ, സാക്ഷാത്കരിച്ച് ഇതൊരു പ്രൈവറ്റ് ഏജൻസിനെ എങ്കിലാണ് ചുവവുള്ളൂ. കാരണം ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ പറയാം, ഇപ്പോൾ പോരിനത് സംരക്ഷിക്കാൻ വേണ്ടി അത്യാവശ്യം പാസും വെച്ച ആളെ വെച്ചേ പിന്നെയാണ് അവിടെ മോശപ്പെട്ട സംഗതിയൊക്കെ മാറി. അല്ലാതെ നടക്കില്ല. കാരണം നമ്മൾ സംരക്ഷിക്കപ്പെട്ടിട്ട് ഒന്ന് പിന്നെയും വന്നു കഴിഞ്ഞു ആ സമയം ഒരു ഏജൻസിനെ വെച്ച് അത്യാവശ്യം പാസ്സൊക്കെ വെച്ച് 2-3 പേരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഇതും കിട്ടും. മാത്രവുമല്ല അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരികയും ഒരു ഗേറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നു. അതെങ്കിലും നടക്കുള്ളൂ. അത് നമ്മളിതിപ്പോൾ എന്ത് പറഞ്ഞാലും ചുമ്മാ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും പിന്നെയും ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു കുട്ടിയാണ്. ഇപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടമാതിരി ആളുകൾ പലപ്പോഴും ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോളേജ് കുട്ടികളൊക്കെയാണ് അധികം വരുന്നത്. ആണും പെണ്ണുമായി ഈ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രൂപത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാരെ ഇടപെടും. ഇപ്പോൾ നാട്ടുകാരായിട്ട് സംഘർഷം. മാത്രമല്ല മയക്കുമരുന്ന് നന്നായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനൊരു സംവിധാനം പോലും പഞ്ചായത്ത് ചെയ്തിട്ട് നിലവിലില്ല. അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരണം. ഒരു ഹരിത ഇതായിട്ട് മാറേണ്ടി വരും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുന്നുകൂടും. ഇവിടെ ആളുകൾ വരുമ്പോൾ ഈ പാക്കറ്റ് കൊണ്ടുവന്ന് ഡബ് ചെയ്തിട്ട് അത് അതിലും വലിയ പാരിസ്ഥിതിക വിഷയമായിട്ട് മാറും. അതാണ് സ്കൂളിലുള്ള കുട്ടികൾ മാത്രം വന്നാൽ മതി. തീർച്ചയായിട്ടും ഒരു ചെറിയ മിനി പഞ്ചായത്ത് ഈ വർഷം കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. അതേപോലെ ജില്ലാ പഞ്ചായത്തോട് സഹകരിച്ച് ജില്ലാ പഞ്ചായത്തും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപയെങ്കിലും പ്രാഥമികമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ. പഞ്ചായത്ത് ഇതിൻ്റെ എന്ത് ചെയ്യാനോ ഉദ്ദേശിച്ചത് പ്രാഥമികമായിട്ട് ആദ്യമേ തന്നെ ഇത് അളന്ന് തിട്ടപ്പെടുത്തി ബൗണ്ടറി ഫിക്സ് ചെയ്യും. അതിനുശേഷം അത്യാവശ്യം വിശ്രമിക്കാനുള്ള ഒരു ചെറിയ വിശ്രമ കേന്ദ്രം, അതേപോലെ വന്യത നഷ്ടപ്പെടാതെ ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെത്തി വെടിപ്പാക്കി ക്ലീനായിട്ട് കൊണ്ടുവരും. ഈ മണിപ്പാറ ഇരിക്കുന്ന സ്ഥലവും ഈ സ്ഥലത്ത് പെട്ടതല്ല? അതെ. മണിപ്പാറ ഇരിക്കുന്ന സ്ഥലം ഒഴുക്കിപ്പെട്ട 90 സെന്റർ ഉണ്ട്. 7ാം വാർഡിലാണ് പൂർണ്ണമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം ഇലക്ട്രിക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. ഏറ്റവും പ്രധാനം അതാ. കാരണം ഇലക്ട്രിക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെളിച്ചമെല്ലാം നന്നായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ മോശപ്പെട്ട സംഗതി നടക്കാതെ നമുക്ക് സംരക്ഷിക്കപ്പെടാൻ. അത്യാവശ്യം ഇരിപ്പിടം ബാക്കിയുള്ള സൗകര്യങ്ങളും എല്ലാം. അതിന് പഞ്ചായത്ത് AE വെച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കാൻ പഞ്ചായത്ത് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ മെമ്പർ എന്നുള്ള രൂപത്തിൽ ഒരു പ്രാവശ്യം ഇത് കൊടുത്തു. അതിനനുസരിച്ച് പഞ്ചായത്ത് ആ കമ്മിറ്റിയിലായി എടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് ആണ്.